നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യാത്രക്കാർക്കുള്ള നിബന്ധന വീണ്ടും കർശനമാക്കുകയാണ് എയർ ഇന്ത്യ. ഇനി യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന പ്രവാസികൾ ഇക്കാര്യം കൃത്യമായി മനസ്സിലാക്കിയില്ലെങ്കിൽ വിമാനത്താവളത്തിലെത്തി പണി മേടിക്കും. ടിക്കറ്റ് എടുക്കുമ്പോൾ ഏർപ്പെടുത്തിയ നിബന്ധനയാണ് ഇപ്പോൾ പ്രവാസികൾക്ക് വിനയായിരിക്കുന്നത്. ഇനി യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുൻപ് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ക്രെഡിറ്റ് കാർഡ് വഴി വിമാന ടിക്കറ്റ് എടുക്കുന്നവർ നിരവധിയാണ്. അത്തരത്തിലുള്ളവർക്കാണ് ഇപ്പോൾ പണി കിട്ടിയിരിക്കുന്നത്. അതായത് ക്രെഡിറ്റ് കാർഡ് വഴി ടിക്കറ്റ് എടുക്കുന്നവർ കാർഡ് കയ്യിൽ കരുതണമെന്ന് എയർ ഇന്ത്യ അറിയിച്ചിരിക്കുകയാണ്. ക്രെഡിറ്റ് കാർഡ് വഴി ടിക്കറ്റ് എടുക്കുന്നവർ വിമാനത്താവളത്തിലെത്തുമ്പോൾ ഈ കാർഡ് കയ്യിൽ കരുതണമെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വ്യക്തമാക്കിയത്. എന്നാൽ യാത്രക്കാരന്റെ കൈവശം കാർഡ് ഇല്ലെങ്കിൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് കരുതണമെന്നും വിമാന കമ്പനി അറിയിച്ചു. മറ്റൊരാളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് യാത്രക്കാരൻ ടിക്കറ്റ് എടുത്തതെങ്കിൽ അയാളുടെ ഓതറൈസേഷൻ ലെറ്ററും കാർഡിന്റെ പകർപ്പും കയ്യിൽ കരുതിയിരിക്കണം. നേരത്തെ മുതലുണ്ടായിരുന്ന നിബന്ധന വീണ്ടും കർശനമാക്കുന്നതിന്റെ ഭാഗമായാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഈ നടപടി. മറ്റൊരാളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള തട്ടിപ്പ് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമാണ് നിലവിൽ ഈ നയം കർശനമാക്കുന്നതായി അറിയിച്ചിരിക്കുന്നത്. മറ്റ് എയർലൈനുകൾക്കും ഇതേ നയമാണെങ്കിലും ഇക്കാര്യം കർശനമായി പരിശോധിക്കാറില്ല. ഇനി മുതൽ ചെക്ക് ഇൻ സമയത്ത് ക്രെഡിറ്റ് കാർഡ് വിവരം അധികൃതർ ആവശ്യപ്പെട്ടാൽ യാത്രക്കാരൻ അത് നൽകേണ്ടി വരും. റാൻഡം ചെക്കിംഗ് ആയിരിക്കും നടത്തുക. എന്നാൽ അംഗീകൃത ട്രാവൽ ഏജൻസികൾ വഴി ടിക്കറ്റ് എടുക്കുന്നവരെ ഈ നിയമം ബാധിക്കില്ലെന്ന് UAE ട്രാവൽ ഏജൻസി അധികൃതർ അറിയിച്ചു. ഏജൻസികൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചല്ല ടിക്കറ്റ് എടുക്കുന്നത്. എന്തായാലും എയർ ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം ക്രെഡിറ്റ് കാർഡ് വഴി വിമാന ടിക്കറ്റ് എടുത്തവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ടിക്കറ്റ് എടുക്കാൻ പോകുന്നവരും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ചില ആഭ്യന്തര വിമാന സർവീസുകൾ റദ്ദാക്കിയെന്ന് എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. ജനുവരി 19 മുതൽ 24 വരെ ഡൽഹിയിൽ നിന്നും ഡൽഹിയിലേക്കുമുള്ള സർവീസുകളാണ് റദ്ദാക്കിയിട്ടുള്ളത്. രാവിലെ 10:30 മുതൽ 12:45 വരെയുള്ള സർവീസുകളാണ് റദ്ദാക്കുക. ഡൽഹി എയർപോർട്ട് അധികൃതരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് എയർ ഇന്ത്യ അധികൃതർ നടപടി സ്വീകരിച്ചത്. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ആഴ്ചയിൽ എല്ലാ ദിവസവും വ്യോമസേന വിമാനങ്ങളുടെ പരീക്ഷണ പറക്കൽ ഉണ്ടാകും. അന്താരാഷ്ട്ര സർവീസുകൾ 1 മണിക്കൂർ വരെ വൈകുമെന്നും എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. ലണ്ടൻ, ഡള്ളാസ്, നേവാർ, കാഠ്മണ്ഡു, ബാങ്കോക്ക് സർവീസുകളാകും വൈകുക. അതിനാൽ യാത്രക്കാർ വിമാനങ്ങളുടെ തൽസ്ഥിതി പരിശോധിച്ച് മാത്രം എത്തിയാൽ മതിയെന്നാണ് എയർ ഇന്ത്യ നിർദ്ദേശിച്ചിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.